Welcome back to my channel. Provisions or conditions for buyback as per the Companies Act 2013. അതായത് ബൈബാക്ക് ഓഫ് ഷെയറിനുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്നത്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, buyback should be authorized by the articles of association of the company. ഒരു കമ്പനിക്ക് ഷെയർ ബൈബാക്ക് നടത്തണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യണം. സെക്കൻഡ് വൺ, എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഓതറൈസിംഗ് ദി ബൈബാക്ക്. ബൈബാക്ക് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. തേർഡ് പോയിന്റ്, buyback should be 25% or less of the aggregate paid up capital and free reserves of the company. ഈ ബൈബാക്ക് നടത്തുന്നത് എത്രയാവാൻ പാടുള്ളൂ? 25% or less, അതിനേക്കാൾ കുറവ്. അതായത് ആഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ്, കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസർവും ചേർന്നതിന്റെ 25% അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരു എമൗണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്, the same shall be taken as 25% of paid up equity capital only. അതേസമയം ഇക്വിറ്റി ഷെയറിന്റെ കാര്യത്തിലാണെങ്കിലോ 25% of paid up capital only എന്നാ പറഞ്ഞിട്ടുണ്ട്. Then fourth point, after buyback, debt equity ratio should not exceed 2:1. ബൈബാക്ക് നടത്തിയതിന് ശേഷം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 എക്സീഡ് ചെയ്യാൻ പാടില്ല. വേർ ഡെപ്റ്റ് ഈസ് ആഗ്രിഗേറ്റ് ഓഫ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഡെപ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഫ്റ്റർ ദി ബൈബാക്ക്. ഡെപ്റ്റ് എന്ന് പറയുന്നത് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഡെപ്റ്റ്സ് ആണ്. നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട്, ബൈബാക്കിന് ശേഷം കൊടുക്കാനുള്ള എമൗണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞാലോ, ഇക്വിറ്റി ഈസ് ദി ആഗ്രിഗേറ്റ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ഫ്രീ റിസർവ്സ്. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള എമൗണ്ടിനെ നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാലോ ലോങ് ടൈം ഡെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ആ റേഷ്യോ റിലേഷൻ എന്ന് പറയുന്നത് 2:1 കൂടാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി അക്വയർഡ്. ബൈബാക്ക് നടത്തുന്നത് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ഷെയർസ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ്. ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ പേര് ഉൾപ്പെടുത്തുന്നതിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയാം. ബൈബാക്ക് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് സെബി റെഗുലേഷൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് സെബി. അപ്പൊ അവരുടെ റെഗുലേഷൻസ് കൂടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെവൻത് പോയിന്റ്, ബൈബാക്ക് ഇൻ റെസ്പെക്ട് ഓഫ് അൺലിസ്റ്റഡ് ഷെയർസ് or other specified securities is in accordance with the Rule 17 of the Companies Rules 2014. ഇപ്പൊ അൺലിസ്റ്റഡ് സ്ഥാപനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കമ്പനീസ് ആക്ടിൽ പറയുന്ന 17th റൂള് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, നോ ഓഫർ ഓഫ് ബൈബാക്ക് ഷാൽ ബി മെയ്ഡ് വിതിൻ എ പീരിയഡ് ഓഫ് 1 year ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ദി പ്രൊസീഡിംഗ്സ്. Offer of buyback if any. No offer of buyback shall be made. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ബൈബാക്കിനുള്ള ഓഫർ കൊടുക്കാൻ പാടില്ല. വിതിൻ എ പീരിയഡ് ഓഫ് 1 year, ഒരു വർഷത്തിനുള്ളിൽ, ഫ്രം ദി ഡേറ്റ് ഓൺ ദി ക്ലോസ് ഓഫ് പ്രൊസീഡിംഗ് ഓഫർ ഓഫ് ബൈബാക്ക് ഇഫ് എനി. ബൈബാക്ക് നടത്തി ഒരു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാം? ബൈബാക്കിന്റെ പ്രൊസീജിയറൊക്കെ ക്ലോസ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ബൈബാക്കിനുള്ള ഓഫർ കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ഷെയർസ് bought back shall be extinguished and physically destroyed within 7 days from the last day of completion of buyback. തിരികെ വാങ്ങിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണത്? ഫിസിക്കലി ഡിസ്ട്രോയിഡ്. നെക്സ്റ്റ് പോയിന്റ്, ആഫ്റ്റർ ബൈബാക്ക് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ്, ഇറ്റ് ഷാൽ നോട്ട് മേക്ക് എനി ഫർദർ ഇഷ്യൂ ഓഫ് സെയിം കൈൻഡ് ഓഫ് ഷെയർസ് വിതിൻ എ പീരിയഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി പ്രോസസ് ഓഫ് ബൈബാക്ക്. അതായത് ബൈബാക്ക് നടത്തി 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? സെയിം കാറ്റഗറി പെടുന്ന ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം.
ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈ എ ഡിഫോൾട്ടർ കമ്പനി ഈസ് നോട്ട് അലൗഡ്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കാനുള്ള എമൗണ്ട്, ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് സമയത്ത് കൊടുക്കാത്തതിനെയാണ്. ഇപ്പോൾ ഡിവിഡൻഡ് ആവാം, അതല്ലെങ്കിൽ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ അവരെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്? ഡിഫോൾട്ടർ കമ്പനി. നെക്സ്റ്റ് പോയിന്റ്, എ കമ്പനി ക്യാൻ ബൈ ബാക്ക് ഇറ്റ്സ് ഷെയർസ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ്. ഫ്രീ റിസർവിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ബൈബാക്ക് നടത്താം. അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഓർ പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യോ, അതല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫ്രീ റിസർവ് ഉപയോഗിക്കാം. ഇത് നമുക്ക് 2 മാർക്സിന്റെ ചോദിക്കുന്നതാണ്. ഏതൊക്കെ സോഴ്സ് ആണ് ഇതിനുവേണ്ടി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നാണ്. നെക്സ്റ്റ് പോയിന്റ്, വേർ എ കമ്പനി പർച്ചേസസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് എ സം ഈക്വൽ ടു nominal value of the shares so purchased shall be transferred to capital redemption reserve. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൽ കണ്ടതാണ്. ഇതിവിടെ എന്താ പറയുന്നത്? ഫ്രീ റിസർവിൽ നിന്നാണ് കമ്പനി പർച്ചേസ് നടത്തുന്നതെങ്കിൽ ഈക്വൽ എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലാസ്റ്റ് പോയിന്റ്, there should be a time gap of at least 1 year between 2 buyback. 2 ബൈബാക്കിന് ഇടയ്ക്കുള്ള ആ ടൈം ഗ്യാപ്പ് ഇന്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 year ആണ്. ദി ടൈം ഗ്യാപ്പ് ഓഫ് 1 year ബിറ്റ്വീൻ ദി 2 ബൈബാക്ക് ഈസ് കോൾഡ് കൂളിംഗ് ഓഫ് പീരിയഡ്. ഇപ്പൊ കൂളിംഗ് ഓഫ് പീരിയഡ് എന്നുള്ളത് 2 മാർക്സിന്റെ ഒരു പ്രാവശ്യം ചോദിച്ചു കണ്ടു. കൂളിംഗ് ഓഫ് പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്? ആ 2 ബൈബാക്കിനിടയിലുള്ള ആ 1 വർഷത്തെ നമ്മൾ പറയുന്നത് കൂളിംഗ് ഓഫ് പീരിയഡ് എന്ന് പറയും. ഈ 14 പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. ഇത് പഠിക്കണം. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്നാണ്.